ലോകത്ത് കണ്ണുള്ള മുസ്ലിങ്ങളെ, ലോകത്ത് ചെവിയുള്ള മുസ്ലിങ്ങളെ, ലോകത്ത് ബുദ്ധിയുള്ള മുസ്ലിങ്ങളെ, ലോകത്ത് ബുദ്ധി മരിച്ചിട്ടില്ലാത്ത ബുദ്ധിജീവികളെ നമുക്ക് 14 കടന്നു ചെല്ലണോ? ലോകത്തിന്റെ നേതാവായ, ലോകത്തിന്റെ സൃഷ്ടിപ്പിന്റെ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുസ്തഫ റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹി അവിടത്തേക്കൊന്ന് കടന്നു ചെല്ലണം. അതാണ് ഞാൻ എൻ്റെ വാദിന്റെ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്തുൽ ഇസ്രാ. 1400 വർഷങ്ങൾക്കപ്പുറം കറണ്ട് വരാത്ത കാലത്ത്, ഓക്സിജൻ സിലിണ്ടറിലാക്കൽ കണ്ടുപിടിക്കാത്ത കാലത്ത്, സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ ഒരു പുരോഗതിയും കണ്ടുപിടിക്കപ്പെടാത്ത കാലത്ത് അള്ളാഹുവിന്റെ റസൂല് മക്കയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ അല്ലാഹു തആല പറഞ്ഞയക്കുന്നു. അല്ലാഹു പറഞ്ഞയക്കുന്നത് എന്തിനാണ്? ലോകത്ത് ഒരാൾക്കും നൽകപ്പെടാത്തൊരു പ്രത്യേകമായ വാഹനം. ആ വാഹനത്തിന്റെ പേരോ ബുറാഖ്. ബുറാഖ് എന്ന് പറയുന്ന വാഹനം നമുക്കറിയാം, ലോകത്ത് ഒരാൾക്കും നൽകപ്പെടാത്ത വാഹനം. കണ്ടോ, ഇപ്പൊ നമ്മളൊരു യാത്രനെ പറ്റി ചോദിച്ചാൽ പറയാറുണ്ട്, നമ്മളൊക്കെ എവിടൊക്കെ യാത്ര ചെയ്തത്? ഹോങ്കോങ്, സിംഗപ്പൂര്, മലേഷ്യ, ലണ്ടൻ, ഇംഗ്ലണ്ട്, അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഇതൊക്കെയാണല്ലോ ഇപ്പൊ ലോകത്ത് വലിയ വലിയ പ്രമാണിമാര് പറയണേ, ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട് ഇവിടെ പോയിട്ടുണ്ടെന്ന് പറയാറ്. നമ്മൾ ഏത് വാഹനത്തിലാണ് കയറിയത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് വലിയ വാഹനം ഏതാ? ഇപ്പൊ ലോകത്തിന് മുമ്പിൽ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും വലുത് ഫ്ലൈറ്റ് തന്നെയാണ്, വിമാനം. ഞാൻ എയർ ഇന്ത്യ ജംബോ ജെറ്റിൽ കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ സൗദി എയർലൈൻസിൽ കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ എമിറേറ്റ്സിൽ കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അമേരിക്കൻ എയർവേസിൽ കയറിയിട്ടുണ്ട്. എന്നിങ്ങനെ വലിയ വലിയ വിമാന കമ്പനികളുടെ പേര് പറഞ്ഞ് ഞാൻ വിമാനത്തിൽ കയറിയിട്ടുണ്ടെന്ന് പറയാ അഭിമാനത്തോടെ. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വാഹനത്തിന്റെ പേര് ബുറാഖ് എന്ന് പറയുന്ന വാഹനാണ്. ആ വാഹനത്തിന്റെ പ്രത്യേകത, ആ വാഹനത്തിന് എഞ്ചിനില്ല, ആ വാഹനത്തിന് ഇന്ധനം വേണ്ട, പെട്രോളും വേണ്ട, ഡീസലും വേണ്ട. ആ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആൾക്ക് ബെൽറ്റ് ഇടേണ്ടതില്ല. ആ വാഹനത്തിൽ പോകുന്ന ആൾക്ക് ഓക്സിജൻ സിലിണ്ടർ വേണ്ട, കാർബൺ ഡൈ ഓക്സൈഡ് വേണ്ട. ഇതൊന്നുമില്ലാതെ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും കടന്നു ചെല്ലാനുള്ള മെയിൻ പവർ കപ്പാസിറ്റി ഉള്ള, ലോകത്ത് ഒരാൾക്കും നൽകപ്പെടാത്ത വാഹനമായ ബുറാഖ് എന്ന് പറയുന്ന വാഹനം ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു തആല നൽകി. ഇപ്പൊ തന്നെ കണ്ടോ നിങ്ങള്, നമ്മളപ്പോ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, ഞാൻ വന്നതൊരു അംബാസഡർ കാറില്ല. അതിന്റെ പുറത്ത് പിന്നെ ഗവൺമെന്റ് സ്റ്റാറ്റ്യൂട്ടറി പ്രകാരം ഒരു നീല ഒരു 500 രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു ലൈറ്റ് മേടിച്ച് വെച്ചു എന്നുള്ളൂ. ലൈറ്റിന് 500 രൂപയുടെ വിലയല്ല, അത് ജുഡീഷ്യൽ പവറുള്ള ആളുകൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് നമ്മുടെ കേരളത്തിന്റെ റൂള്. അപ്പോ ആ ഒരു വണ്ടിയിലാണ് ഞാൻ വന്നത്. വേറെ ഒരു മുതലാളി ഇവിടെ ചിലപ്പോ വോക്സ് വാഗനിൽ വന്ന മുതലാളി ഉണ്ടാവാം, ഓഡി എന്ന് പറയുന്ന അമേരിക്കൻ നിർമ്മിത കാറിൽ വന്ന മുതലാളി ഇവിടെ ഉണ്ടാവാം, ജർമ്മനിയുടെ മെർസിഡീസ് ബെൻസിൽ വന്ന മുതലാളി ഇവിടെ ഉണ്ടാവാം, BMW കാറിൽ വന്ന മുതലാളി ഇവിടെ ഉണ്ടാവാം, ഹമ്മറിൽ വന്ന മുതലാളി ഇവിടെ ഉണ്ടാവാം, ലാൻഡ് ക്രൂസറിൽ വന്ന മുതലാളി ഇവിടെ ഉണ്ടാവാം. ഇതൊക്കെയാണ് ഇപ്പോ ഇനി റോൾസ് റോയ്സിൽ ഇവിടെ ആരും വരാൻ സാധ്യത കുറവാണ്, വന്നവരും ഉണ്ടാവാം. അതാണ് ഇപ്പൊ ലോകത്തിന് വിപണിയിലുള്ള കാറുകളില് ഏറ്റവും വില കൂടിയ മഹാരഥന്മാര് സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ പേരാ ഞാനിപ്പോ വിളിച്ചു പറഞ്ഞത്. എന്നാൽ ഈ വാഹനത്തിനൊന്നും ഇല്ലാത്ത പ്രൊട്ടക്ഷൻ അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു തആല കൊടുത്ത വാഹനമാണ് ബുറാഖ്. ആ വാഹനത്തിന് ഇന്ധനം വേണ്ട, ഡീസൽ വേണ്ട, പെട്രോൾ വേണ്ട, ഓക്സിജൻ സിലിണ്ടർ വേണ്ട, എവിടെയും കൊണ്ടാകാം. ആ ബുറാഖ് എന്ന് പറയുന്ന വാഹനം കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുവന്ന് മക്കയിൽ നിർത്തി. ജിബ്രീൽ അലൈഹിസ്സലാം മലക്കിന്റെ പ്രൊട്ടക്ഷനോടെ ബുറാഖ് എന്ന് പറയുന്ന വാഹനപ്പുറത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കയറ്റി. വിശുദ്ധ ഖുർആൻ പറയുന്നു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. മക്കയിലെ പള്ളിയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെയും കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ബുറാഖ് എന്ന് പറയുന്ന വാഹനം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കാലെടുത്ത് വെച്ചപ്പോ ബൈത്തുൽ മുഖദ്ദസിലെത്തി. ബൈത്തുൽ മുഖദ്ദസിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ മൺമറഞ്ഞു കിടക്കുന്ന എല്ലാ അമ്പിയാക്കളുടെ ഖബറും
റസൂലുള്ള സിയാറത്ത് ചെയ്തു. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്തു. അംബിയാ മുർസലീങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്തു. നിരവധി അംബിയാക്കൾക്ക് റസൂലുള്ള ഇമാമായ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു. മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അള്ളാന്റെ റസൂലിനെ കൊണ്ടുപോയതിന് നമ്മൾ പറയുന്ന പേരാണ് ഇസ്റാ. അക്കാലത്ത് മക്കത്തെ പള്ളിയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരൊട്ടകം നടന്നു പോയാൽ 28 ദിവസം നടക്കണം. 28 ദിവസം ഒരൊട്ടകം രാവും പകലും നടന്നാൽ എത്താത്ത ദൂരം മഹാനായിരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് ബുറാഖ് എന്ന് പറയുന്ന വാഹനപ്പുറത്ത് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് റസൂലുള്ളാഹി പറയാണ്, ബുറാഖ് എന്ന് പറയുന്ന വാഹനം മസ്ജിദുൽ ഹറമിൽ നിന്ന് ഒരു കാലം എടുത്തു വെച്ചത് ബൈത്തുൽ മുഖദ്ദസിലായിരുന്നു. കാല റസൂലുള്ളാഹി. കണ്ടോ ആ വാഹനത്തിന്റെ വേഗത എത്രേ? അവിടെ നിന്ന് അംബിയാ മുർസലീങ്ങളുടെ ഖബറൊക്കെ സിയാറത്ത് ചെയ്ത് അവരുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി അല്ലാഹുവിന്റെ റസൂലിനെയും കൊണ്ട് ബുറാഖ് എന്ന് പറയുന്ന വാഹനം പോയത് 1ാമത്തെ ആകാശത്തിലാണ്. സെക്കൻഡ് സമയം 1ാം ആകാശത്തിലെത്തി അല്ലാഹുവിന്റെ റസൂല് അവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി. അള്ളാഹുവിന്റെ റസൂല് 2ാം ആകാശത്തിലെത്തി. മോനെ 1ാം ആകാശം എന്നൊക്കെ പറയുന്നത് എവിടെ? ശൂന്യാകാശം എന്ന് പറഞ്ഞ എവിടെ? ഭൂമിന്ന് 36,000 അടി ഉയരത്തിന്റെ മേലെ പോയാൽ ശൂന്യാകാശ, പിന്നെ വായുവില്ല. അതുകൊണ്ട് ഗൾഫിലേക്ക് പോണ വിമാനം, അമേരിക്കയിലേക്ക് പോണ വിമാനം കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് പൊന്തി 15-20 മിനിറ്റ് കഴിഞ്ഞാൽ 36,000 അടി ഉയരത്തിലാ സഞ്ചരിക്കുക. 36,000-40,000 അടി ഉയരത്തിൽ സഞ്ചരിക്കുന്ന വിമാനത്തിന് ഇന്ധനം ലാഭ. ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളൊക്കെ, പാസഞ്ചർ ഫ്ലൈറ്റുകൾ, യാത്രാ വിമാനങ്ങള് 40,000 അടിയുടെ മുകളിൽ പോകാൻ പാടില്ല. 40,000-ന്റെ മുകളിൽ പോയാൽ ആ വിമാനത്തിലിരിക്കുന്ന ആളുകളുടെ ചെവിട് പൊട്ടി ചെവിടിന്റെ അകത്തിലൂടെ ചോര വർന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി അതിൽ കിടന്ന് മരിച്ചു പോകുമെല്ലാം. കാരണം അവിടുന്ന് അങ്ങോട്ട് പറക്കാൻ, വായു പിടിച്ചു നിർത്താനുള്ള സംവിധാനം ലോകത്ത് നമ്മുടെ ഈ യാത്രക്കാരുടെ വിമാനത്തിനില്ല. അതിന് കപ്പാസിറ്റി ഇല്ല. എന്നാൽ 40,000 അടി ഉയരത്തിന് മേലെ പോയാൽ അവിടെ പറയുന്ന പേരാണ് ശൂന്യാകാശം. അതിന്റെ 1,00,000 കിലോമീറ്റർ പ്രകാശവർഷം. 1,00,000 നമ്മുടെ നാട്ടിലെ കിലോമീറ്റർ അല്ല, 1,00,000 കിലോമീറ്റർ പ്രകാശവർഷം അകലെ കിടക്കുന്നതിന്റെ പേരാണ് 1ാം ആകാശം. അവിടത്തേക്ക് പോകാൻ ഒരു യാത്രാ വിമാനത്തിന് സാധ്യമല്ല. അവിടേക്കാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ബുറാഖ് എന്ന് പറയുന്ന വാഹനപ്പുറത്ത് പോകുന്നത്. ഓക്സിജൻ സിലിണ്ടർ കൂടല്ല, മാക്സ് റസൂലുള്ള മുഖമൂടി ധരിച്ചിട്ടില്ല, യാതൊരുവിധ പ്രൊട്ടക്ഷനും ഇല്ല. അള്ളാന്റെ റസൂൽ 1ാം ആകാശത്തെത്തി. ബഹുമാനപ്പെട്ട അബൂൽ ബഷർ ആദം അലൈഹിസ്സലാം, ആദം നബി അവിടെ വെൽക്കം ചെയ്തു. ആദം നബി റസൂലുള്ളാഹിനെ സ്വീകരിച്ചു. അള്ളാഹുവിന്റെ റസൂലിന് ആതിഥേയം അരുളി. 2ാം ആകാശത്തിൽ റസൂലുള്ള കയറി. ഞാൻ ചുരുക്കി പറയാണ്, 3ാം ആകാശത്തിൽ അള്ളാഹുവിന്റെ റസൂല് കയറി. 4ാം ആകാശത്തിൽ കയറി. അള്ളാഹുവിന്റെ റസൂല് 4ാം ആകാശത്തിൽ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഭൂമിയിൽ നിന്ന് ഒരു 15 കോടി പ്രകാശവർഷമകലെ സ്ഥിതി ചെയ്യുന്ന സൗരയൂഥങ്ങളിലെ ഏറ്റവും വലിയ നക്ഷത്രമാണ് സൂര്യൻ. സുബ്ഹാനല്ലാഹ്, സൂര്യന്റെ 7 അയലത്തെത്താൻ മനുഷ്യൻ എത്ര കാലം പരിശ്രമിച്ചിട്ട് പോലും, ശാസ്ത്രം എത്ര വളർന്നു വലുതായിട്ട് പോലും സൂര്യന്റെ 7 അയലത്തെത്താൻ ലോകത്തൊരു ശാസ്ത്രത്തിനും സാധിച്ചിട്ടില്ല മോനെ. എന്നാൽ അഷ്റഫുൽ ഖൽഖ് മുത്ത മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി ലോകത്തിലെ ഏറ്റവും ശക്തമായ ചൂടുള്ള സൂര്യനുണ്ടല്ലോ, ലോകത്തിന് മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യനുണ്ടല്ലോ, ആ സൂര്യനെ
അല്ലാഹു തആല നിലനിർത്തിയിരിക്കുന്നത് 4ാമത്തെ ആകാശത്തിലാണ്. ആ 4ാമത്തെ ആകാശത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ചെന്നു അമ്പിയാക്കളോട് ഇമാമായി നിസ്കരിച്ചു. അവിടെ നിന്ന് 5ാമത്തെ ആകാശത്തിൽ റസൂലുള്ള ചെന്ന് ഇമാമായി നിസ്കരിച്ചു. അവിടെ നിന്ന് 6ാമത്തെ ആകാശത്തിൽ റസൂലുള്ള ചെന്ന് ഇമാമായി നിസ്കരിച്ചു. അവിടെ നിന്ന് 7ാമത്തെ ആകാശത്തിൽ റസൂലുള്ള ചെന്ന് ഇമാമായി നിസ്കരിച്ചു. 7ാമത്തെ ആകാശത്തിന്റെ ലാസ്റ്റ് എൻട്രി പോയിന്റ് ചെക്ക് പോസ്റ്റ് ബോർഡറിലെത്തിയപ്പോൾ മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ അല്ലാഹുവിന്റെ റസൂലിനോട് വിളിച്ചു പറയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, 7ാം ആകാശത്തിന്റെ ബോർഡറിന്റെ പേരാണ് സിദ്റത്തുൽ മുന്തഹ. ഇവിടുന്ന് അങ്ങോട്ട് ഒരു കാല് വെക്കാൻ അല്ലാഹുവിന്റെ ഒരു ചരാചരത്തിനോ സാധ്യമല്ല. കാരണം സിദ്റത്തുൽ മുന്തഹ എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റ് കടന്നാൽ അതിന്റെ അങ്ങേ പുറത്ത് പിന്നെ ലോകമില്ല. ആലം, അല്ലാഹു ഒഴിച്ചുള്ള എല്ലാത്തിന്റെയും പേരാണ് ആലം. ആലമിന്റെ ലാസ്റ്റാണ് സിദ്റത്തുൽ മുന്തഹ. അതിന്റെ അങ്ങേ പുറത്ത് പിന്നെ ലോകമില്ല. അവിടെ നിന്ന് അങ്ങോട്ട് പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്, അല്ലാഹുവിന്റെ പ്രത്യേകമായ മേഖലയാണ്. അവിടേക്ക് ഒരു ചരാചരം കടന്നാൽ വെന്തു ഭസ്മമായി വെണ്ണീറായി പോകുമല്ലോ, ഉരുകിക്കൊണ്ട് അന്തരീക്ഷത്തിൽ ലയിച്ചു പോകുമല്ലോ. എല്ലാവരുടെയും റൂഹ് പിടിക്കുന്ന അസ്റായീൽ തന്നെ കടന്നാലും, ജിബ്രീൽ തന്നെ കടന്നാലും, മീകായിൽ തന്നെ കടന്നാലും, ഇസ്രാഫീൽ തന്നെ കടന്നാലും അവരൊക്കെയുടെ അവസ്ഥ ഭസ്മമായി ധൂളിയായി പോകും നബിയേ. അതുകൊണ്ട് ബുറാക്കും ഞാനും ഇവിടെ നിൽക്കാം, നിങ്ങളൊറ്റക്ക് അപ്പുറത്തേക്ക് കടക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ എവിടെയാ പറയുന്നത്? 7ാം ആകാശത്തിന്റെ ബോർഡറിലെത്തിയ ഒരു മനുഷ്യൻ, ഒരു ചരാചരം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, 4ാം ആകാശത്തിൽ നിൽക്കുന്ന സൂര്യന്റെ 7 അയലത്ത് പോലും 1000 കൊല്ലം മനുഷ്യൻ ഈ നിലയ്ക്ക് പരിശ്രമിച്ചാൽ സൂര്യൻ നിൽക്കുന്നതിന്റെ 7 അയലത്ത് പോലും എത്താനുള്ള പവർ മനുഷ്യന് നൽകപ്പെട്ടിട്ടില്ല. എന്നാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി 7ാം ആകാശത്തിന്റെ അപ്പുറത്ത് ചെന്ന് സിദ്റത്തുൽ മുന്തഖ എന്ന് പറഞ്ഞ ചെക്ക് പോസ്റ്റും കടന്ന് അള്ളാനെ കണ്ട് നേരിട്ട് സംഭാഷണം നടത്തി 50 വഖത്ത് നിസ്കാരവും കണ്ട് തിരിച്ചു വാങ്ങി 7 ആകാശം പിന്നെയും പിന്നിട്ട് ഭൂമിയിലേക്ക് വന്ന ഏകചരാചരം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഏത് അവാർഡാ മോനെ റസൂലുള്ളാഹിക്ക് കൊടുക്കുക? അള്ളാന്റെ റസൂലിന് കൊടുക്കാൻ ഇവിടെ അവാർഡുണ്ടോ? ഇല്ല. ലോകത്തിന്റെ കയ്യിൽ അവാർഡും റിവാർഡും ഇല്ലാത്ത അനന്തമായ കാര്യം ലോകത്ത് സാക്ഷാത്കരിച്ച നേതാവാണ് നമ്മുടെ നേതാവ് റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ.